വെൽക്കം ടു നെക്സ്റ്റ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്ന ടോപ്പിക്ക് മെയിൻ്റെനൻസ് ഓഫ് വൈഫ്, ചിൽഡ്രൻ ആൻഡ് പേരൻസ് അണ്ടർ BNSS 2023 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി, പിന്നെ ഒന്ന് വായിക്കേണ്ട പോലും ആവശ്യമില്ല. അത്രയ്ക്ക് എളുപ്പമായിട്ട് മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കാണ്. സെക്ഷൻ 144 ടു 147 ഓഫ് BNS ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഈ 144 തൊട്ട് 147 വരെയുള്ള സെക്ഷൻസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വൈഫ്, ചിൽഡ്രന്, പേരൻസ്, അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ട വൈഫ്സ്, ചിൽഡ്രന്, പേരൻസ് അവർക്ക് ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ സെക്ഷൻസിന്റെ ഒബ്ജക്റ്റീവ്. ഇനി നമുക്ക് നോക്കാം. സെക്ഷൻ 144 ഓർഡർ ഫോർ മെയിൻ്റെനൻസ് ആണ്. നമ്മുടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആണ് മന്ത്ലി മെയിൻ്റെനൻസിന് ഓർഡർ ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള മെയിൻ്റെനൻസ് കിട്ടുന്നത്? ഹൂ ക്യാൻ ക്ലെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഫ്, മൈനർ ചിൽഡ്രൻ, അഡൽട്ട് ചിൽഡ്രൻ, പേരൻസ്, മൈനർ ഓർ മാരീഡ് ഫീമെയിൽ ചൈൽഡ്. ഇതിനകത്ത് വൈഫ് എന്ന് പറയുമ്പോൾ ഡിവോഴ്സ്ഡ് വൈഫാണ്. ഡിവോഴ്സ്ഡ് വൈഫ് ഹു ഹാസ് നോട്ട് റീമാരീഡ് ആണ്. റീമാരീഡ് ഇൻക്ലൂഡ് ആവും. ദാറ്റ് മീൻസ് വിവാഹമോചനം കഴിഞ്ഞ ഒരു വൈഫ് പക്ഷെ റീമാരി ചെയ്തിട്ടുമില്ല, അങ്ങനെയുള്ള വൈഫിന് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ മൈനർ ചൈൽഡ് എന്ന് പറയുമ്പം ലെജിറ്റിമേറ്റ് ആൻഡ് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ഇൻക്ലൂഡ് ആവും. അഡൽട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള അഡൽട്ട് ചിൽഡ്രൻ, അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള അഡൽട്ട് ചിൽഡ്രന് ഈ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എന്താണ് പേരൻസ് എന്ന് പറയുമ്പോൾ ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും എൻടൈറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു ക്ലെയിമിന്. അതുപോലെ തന്നെ മൈനർ മാരീഡ് ഫീമെയിൽ ചൈൽഡ് ആണ്. ഇപ്പോൾ ഒരു മൈനർ ആയിട്ടുള്ള ഒരു മാരീഡ് ഫീമെയിൽ ചൈൽഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഈ മെയിൻ്റെനൻസ് കൊടുക്കാൻ സഫീഷ്യൻറ്റ് മീൻസ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാദറിനോടാണെങ്കിൽ മെയിൻ്റെനൻസ് പേ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മജിസ്ട്രേറ്റ് ഓർഡർ ചെയ്യും. കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കണ്ടീഷൻസ് ആണ് മെയിൻലി വരുന്നത്. ഇങ്ങനെ ഒരു ക്ലെയിമിന് എൻടൈറ്റിൽഡ് ആവാൻ വേണ്ടിയുള്ള 2 കണ്ടീഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലെയിമിന് അപ്ലൈ ചെയ്യുന്ന ആ ആപ്ലിക്കൻറ്റിനാണെങ്കിൽ അദ്ദേഹത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ ആരിൽ നിന്നാണോ മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു മെയിൻ്റെനൻസ് കൊടുക്കാൻ വേണ്ടി സഫീഷ്യൻറ്റ് മീൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ആ വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഈ വ്യക്തിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്യുവോ നിഗ്ലക്റ്റ് ചെയ്യുവോ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസിൻ്റെ അടുത്ത് നമുക്കൊരു മെയിൻ്റെനൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ വൈഫ് മെയിൻ്റെനൻസിന് എൻടൈറ്റിൽഡ് അല്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ മജിസ്ട്രേറ്റ് ആണെങ്കിൽ നമ്മുടെ വൈഫിനാണെങ്കിൽ മെയിൻ്റെനൻസ് ഓർഡർ ചെയ്യാത്ത സാഹചര്യങ്ങൾ. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് ലിവിങ് ഇൻ അഡൽട്ടറി ആണ്. അഡൽട്ടറി മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാരീഡ് വുമൺ ആണെങ്കിൽ തൻ്റെ സ്പൗസ് അല്ലാത്ത മറ്റൊരു വ്യക്തിയുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നു. അങ്ങനെ അഡൽട്ടറിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ മെയിൻ്റെനൻസ് എൻടൈറ്റിൽഡ് അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വൈഫ് ആണെങ്കിൽ തൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി റെഫ്യൂസ് ചെയ്യുവാണ്, അതിന് മതിയായ കാരണങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും വൈഫിന് മെയിൻ്റെനൻസ് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വൈഫും ഹസ്ബൻഡും ആണെങ്കിൽ മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും വൈഫിന് മെയിൻ്റെനൻസ് ലഭിക്കത്തില്ല. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് നോക്കാം. അണ്ടർ സെക്ഷൻ 144 ഷാൻബാഗോ ബീഗം വേഴ്സസ് മുഹമ്മദ് അഹമ്മദ് ഖാൻ. ഇതിനകത്ത് സുപ്രീം കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുസ്ലിം ഡിവോഴ്സ്ഡ് വുമണിന് ഇദാത്ത് പീരീഡ് കഴിഞ്ഞിട്ടും BNSSന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് മെയിൻ്റെനൻസ് എൻടൈറ്റിൽഡ് ആണ്. പിന്നെ ഉള്ളത് ദിനാനന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഇതിനകത്ത് പറയുന്നത് നമുക്ക് പേരൻസിന് എന്താണ് സണ്ണിൽ നിന്നും മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാം, അതുപോലെ തന്നെ ഈ പേരൻസിൻ്റെ പെൺമക്കൾക്ക് എന്താണ് അവർക്ക് സഫീഷ്യൻറ്റ് മീൻസ് ഉണ്ടെങ്കിൽ അവരിൽ നിന്നും പേരൻസിന് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത കേസിലോ സവിതാബെൻ സൊമാബായ് ഭാട്ടിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ഇപ്പം ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മാരേജ് എന്താണ്
ഒരു മാരേജ് ആണെങ്കിൽ നിലനിൽക്കവേ രണ്ടാമത് ഒരു വൈഫിനെ വിവാഹം കഴിക്കുന്നു. അപ്പൊ ആ സെക്കൻഡ് വൈഫുമായിട്ടുള്ള ആ മാരേജ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. ഈ സെക്കൻഡ് വൈഫിന് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാനും സാധിക്കത്തില്ല. പക്ഷേ ഈ സെക്കൻഡ് വൈഫിൽ നിന്നുണ്ടാവുന്ന ചിൽഡ്രൻസിന് മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് ഈ കേസിൻ്റെ അകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. ഭുവൻ മോഹൻ സിംഗ് വേഴ്സസ് മീന. ഈ കേസിനകത്ത് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ്റെനൻസ് പ്രൊസീഡിംഗ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണം അങ്ങനത്തെ ഉള്ള പ്രൊസീഡിങ്സ്, അല്ലെങ്കിൽ എന്താണ് അത് സോഷ്യൽ വെൽഫെയറിനെ ബാധിക്കും എന്നാണ് ഈ കേസിനകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. രജനീഷ് വേഴ്സസ് നേഹ. ഈ കേസിൻ്റെ അകത്ത് സുപ്രീം കോർട്ട് ആണെങ്കിൽ ഈ മെയിൻ്റെനൻസിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തു. അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ ആയിരുന്നു നമ്മുടെ ഈ മെയിൻ്റെനൻസിന് അപ്ലൈ ചെയ്യുന്ന പാർട്ടീസ് ആണെങ്കിൽ, അതുപോലെ തന്നെ ആരിൽ നിന്നാണോ മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യുന്നത് അവരും എന്താണ് ഈ രണ്ട് പാർട്ടീസും ഇൻകമും അവരുടെ അസറ്റും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത് ഒരു മേജർ ഗൈഡ് ലൈൻ ആണെന്ന് പറഞ്ഞ് സുപ്രീം കോർട്ട് ഈ കേസിൻ്റെ അകത്ത് ഹെൽഡ് ചെയ്തു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇൻകമും അസറ്റും പാർട്ടീസിനോട് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്? ഒരു അൺനെസസറി ആയിട്ടുള്ള ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഫാൾസ്ലി ഉള്ള ക്ലെയിംസ് ഒഴിവാക്കാൻ വേണ്ടിയുമാണ് എന്നാണ് സുപ്രീം കോർട്ട് ഈ കേസിൻ്റെ അകത്ത് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 144 സബ്സെക്ഷൻ 2 പ്രകാരം മജിസ്ട്രേറ്റിന് ഇന്ററിം മെയിൻ്റെനൻസും എക്സ്പെൻസസും ഓർഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്ററിം മെയിൻ്റെനൻസും അതുപോലെ തന്നെ ഒരു വ്യക്തിയോട് എന്താണ് എക്സ്പെൻസസ് ഓഫ് ദ പ്രൊസീഡിങ് പേ ചെയ്യാനും ഓർഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ റെസ്പോണ്ടന്റിന് നോട്ടീസ് സെർവ് ചെയ്തതിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ ഡിസൈഡ് ചെയ്തിരിക്കണം. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ റെസ്പോണ്ടന്റിന് നോട്ടീസ് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് 60 ദിവസത്തിനുള്ളിൽ ഡിസൈഡ് ചെയ്തിരിക്കണം. സെക്ഷൻ 145 പ്രൊസീജർ ആൻഡ് പ്ലേസ് ഓഫ് ഫയലിംഗ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് റെസ്പോണ്ടന്റ് റിസൈഡ് ചെയ്യുന്ന പ്ലേസിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ വൈഫ് താമസിക്കുന്ന സ്ഥലത്ത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ച് താമസിച്ച ആ പ്ലേസിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ പേരൻസ് റിസൈഡ് ചെയ്ത ആ പ്ലേസിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൻ കേസിൽ ഫോളോ ചെയ്യുന്ന ആ സെയിം പ്രൊസീജിയറാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരിൽ നിന്നാണോ മെയിൻ്റെനൻസ് നമ്മുടെ ആപ്ലിക്കൻ്റ് ക്ലെയിം ചെയ്യുന്നത് ആ മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യുന്ന ആരിൽ നിന്നാണോ ക്ലെയിം ചെയ്യുന്ന ആ വ്യക്തിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് കൊടുത്തിരിക്കും. ഇനി നമുക്ക് സെക്ഷൻ 146 ഓൾട്ടറേഷൻ ഓഫ് അലവൻസ് ആണ്. നമ്മുടെ മജിസ്ട്രേറ്റിന് ഒരു മെയിൻ്റെനൻസ് ഓർഡർ ഓൾട്ടർ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും വേരി ചെയ്യാനും സാധിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് പാർട്ടികളുടെ സർക്കംസ്റ്റൻസിൽ സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഓൾട്ടറേഷനും ക്യാൻസലേഷനും വേരിയേഷനും മജിസ്ട്രേറ്റ് മെയിൻ്റെനൻസ് ഓർഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സിവിൽ കോർട്ടിന് ഇങ്ങനെ ഒരു മെയിൻ്റെനൻസ് ഓർഡറിന് കോൺട്രാറി ആയിട്ട് ഒരു ഓർഡർ മെയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നെ 147 പറയുന്ന എൻഫോഴ്സ്മെന്റ് ഓഫ് മെയിൻ്റെനൻസ് ആണ്. അപ്പം എന്തെങ്കിലും ഒരു ഡ്യൂ എമൗണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മെയിൻ്റെനൻസ് ഓർഡർ നമ്മുടെ മജിസ്ട്രേറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സെക്ഷൻ 147 പ്രകാരം മജിസ്ട്രേറ്റിനാണെങ്കിൽ എന്തെങ്കിലും ഡ്യൂ എമൗണ്ട് ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി വാറണ്ടി ഇഷ്യൂ ചെയ്യാം. ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ പേ ചെയ്യാൻ വേണ്ടി ഫെയിൽ ആകുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിനെ 1 month വരെ ഇംപ്രസ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ആ പേയ്മെന്റ് മെയ്ഡ് ചെയ്യുന്നിടം വരെ ഇംപ്രസ്മെന്റ് ചെയ്യാം, വിച്ച് എവർ ഈസ് ഏർലിയർ. പിന്നെ നമുക്ക് ടൈം ലിമിറ്റ് ആണ്. നോ വാറന്റ് ക്യാൻ ബി ഇഷ്യൂഡ് അൺലെസ് ആൻ ആപ്ലിക്കേഷൻ ഈസ് മെയ്ഡ് വിതിൻ 1 year ഫ്രം ദ ഡേറ്റ് ദ എമൗണ്ട് ബിക്കം ഡ്യൂ. എമൗണ്ട് ഡ്യൂ ആയി കഴിഞ്ഞിട്ട് വിതിൻ 1 year ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ മാത്രമേ മജിസ്ട്രേറ്റ് ഈ എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു വാറണ്ടി ഇഷ്യൂ ചെയ്യത്തുള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു സമ്മറി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി പഠിച്ചതിന് ശേഷം എക്സാമിന് മുന്നേ ഈ സമ്മറി ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി.
പിന്നെ 2 അഡീഷണൽ പോയിന്റ് കൂടെ നമുക്ക് നോക്കാനുണ്ട്. നമ്മുടെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വൺ ടൈം പേയ്മെന്റ് അല്ല, ഒരു മന്ത്ലി അലവൻസ് ആണ്. നമ്മുടെ റൈറ്റ് ടു മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് റൈറ്റ് ആണ്. ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് റൈറ്റ്. കാരണം എന്താണ്, അതിനൊരു സെക്കുലർ നേച്ചർ ആണ് ഉള്ളത്. ഈ 2 പോയിന്റ് കൂടെ ഒന്ന് ഓർത്തിരുന്നോളൂ. വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ ലീഗൽ അപ്ഡേറ്റ്സിന് വേണ്ടി ലെക്സ് ലെക്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.